Hi guys and welcome back to my channel, Honestly Shifa. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ലൈക്ക് എൻ്റെ കേളി ഹെയർ റുട്ടീൻ ഒന്ന് കാണിച്ചു തരുമോ, കേളി ഹെയർ ട്യൂട്ടോറിയൽ ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് റിക്വസ്റ്റ് അയക്കേണ്ടായിരുന്നു. സോ ഐ തോട്ട് ഓഫ് ഷോയിങ് യു ഗൈസ് ഇൻ ഡീറ്റെയിൽഡ് വീഡിയോ ഓഫ് മൈ റുട്ടീൻ, കേളി ഹെയർ റുട്ടീൻ. സോ കേളി ഹെയർ റുട്ടീനിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ മുടിയുടെ ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ 12th വരെ ഐ ഹാഡ് എ റിയലി ലോങ് ഹെയർ. അപ്പോൾ ഞാൻ നല്ലോണം കെയർ ചെയ്യുമായിരുന്നു. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു ഈ കേളി ഹെയർ. ഒരു കാര്യമൊന്നുമില്ല, ചകിരിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറേ തോട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ വെൻ ഐ ജോയിൻഡ് എ കോളേജ്, ദാറ്റ് ഇസ് വെയർ എവ്രിതിങ് ചേഞ്ച്, എവ്രിതിങ്. എന്താണെന്ന് വെച്ചാൽ ബാക്ക് ഇൻ 2021 ഒരു ക്രിസ്മസ് ഡേ ആയിരുന്നു, ഐ ഗെസ്. ആ ഒരു സമയം അപ്പോൾ എനിക്കിങ്ങനെ കുറേ റീൽസിൽ സജഷൻ വരാറുണ്ട്. കേളി ഹെയർ ആൾക്കാർ സ്ട്രെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ സജഷൻസ് വരാറുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് എന്താണാവോ എനിക്ക് പറ്റിയത്, എനിക്ക് ആ ഒരു സമയത്ത് മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചെയ്തു. പിന്നെ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. ലൈക്ക് യു ക്യാൻ സീ മുടിയൊക്കെ വളർന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര വൃത്തികേടായി. പിന്നെയും കേള് ചെയ്തു. പിന്നെ മുടി ഇഷ്ടംപോലെ കൊഴിയാൻ തുടങ്ങി. എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോഴും അത്യാവശ്യമൊക്കെ മുടി കൊഴിച്ചിലുണ്ട്, പക്ഷെ ദാറ്റ് ഇസ് നോർമൽ. പക്ഷേ ഇത് മുന്നേ കൊഴിഞ്ഞുകൊണ്ട് വെച്ച സമയത്തൊക്കെ ഇറ്റ് വാസ് റിയലി വേഴ്സ്. എന്നുവെച്ചാൽ ഒരു കയ്യിൽ കണക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കയ്യിൻ്റെ അത്രയും നല്ല ക്വാണ്ടിറ്റിയിലായിരുന്നു മുടി അന്ന് കൊഴിഞ്ഞുകൊണ്ടിരുന്നേച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഹെയർ കെയർ റൂട്ടീനൊക്കെ തുടങ്ങി. ലൈക്ക് എണ്ണ പുരട്ടി, കാച്ചിയ വെളിച്ചെണ്ണ പുരട്ടി, അങ്ങനെയൊക്കെ കുറേ ഹെയർ റൂട്ടീനൊക്കെ ചെയ്തു. പിന്നെ അങ്ങോട്ട് നാച്ചുറലി അതങ്ങോട്ട് വളർന്നു. പിന്നെ ഐ ചോപ്പ് മൈ ഹെയർ ലൈക്ക് റിയലി ഷോർട്ട്, ഭയങ്കര ഷോർട്ടാക്കി. ഞാൻ ഇത്രയും ഷോർട്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ലവിങ് മൈ ഹെയർ. പിന്നെ ഓരോരോ യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെ ഞാൻ കേളി ഹെയർ റുട്ടീൻ ഒക്കെ നോക്കി. പിന്നെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞാനതെൻ്റെ മുടിയിൽ ട്രൈ ഔട്ട് ചെയ്തു. പിന്നെ അതൊരു ശീലമായി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഈ കേളി ഹെയറിനോട് ഭയങ്കര ഒരു താല്പര്യം എനിക്ക് തോന്നിയത്. അപ്പോൾ സോ ദിസ് ഇസ് ദ ഹിസ്റ്ററി ഓഫ് മൈ കേളി ഹെയർ. ഇനി നമുക്ക് ട്യൂട്ടോറിയലിലേക്ക്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഹെയർ നല്ല വെറ്റായിരിക്കണം. വെറ്റായിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഹെയറിൽ കുറച്ച് ഓയിൽ ഇങ്ങോട്ട് പുരട്ടിക്കൊണ്ട് കൊടുക്കുക. ഈ ഒരു സാധനം ഞാൻ കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ്സ് ആക്ച്വലി റിയലി നൈസ്. ഇതിപ്പോൾ ഞാൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. യു ക്യാൻ യൂസ് ഐദർ ആൽമണ്ട് ഓയിൽ ഓർ ഈവൻ കോക്കനട്ട് ഓയിൽ. അതിനുശേഷം യു ഹാവ് ടു ഡിവൈഡ് യുവർ ഹെയർ ഇൻ ടു 2 പാർട്സ്. ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ വി ഹാവ് ടു ഡീടാങ്കിൾ അവർ ഹെയർ. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കുകയും ചെയ്യും. പിന്നെ ആ ഒരു ചട നമ്മുടെ മുടിയിൽ കാണത്തുമില്ല. സോ നമ്മൾ ഡീടാങ്കിൾ ചെയ്യുമ്പോൾ നമ്മളുടെ മുടിയുടെ അറ്റത്ത് നിന്ന് തുടങ്ങിയിട്ട് നമ്മളുടെ സ്കാൽപ്പ് വരെ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഡീടാങ്കിൾ ചെയ്യാനായിട്ട്. സോ നമ്മൾ ചട കളഞ്ഞ ആ ഒരു പോർഷൻ മാത്രം നമ്മൾ അഴിച്ചിടുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മളൊന്ന് കെട്ടിവെക്കുക എന്നുള്ളതാണ്. ഇതെന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിനിടയിൽ കയറി വരണ്ടാലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു സ്പ്രേ ബോട്ടിൽ നോർമൽ വാട്ടർ എടുത്തിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമ്മുടെ ഹെയർ വെറ്റായതിനു ശേഷം ഓൾ വി ഹാവ് ടു യൂസ് ഇസ് ലീവ് ഇൻ കണ്ടീഷണർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോവേര യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ യു ഹാവ് ടു ആക്ടിവേറ്റ് ഇറ്റ് വിത്ത് വാട്ടർ. ആൻഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയിൽ നമ്മൾ ഈവനായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. സോ ഇനിയാണ് ടാസ്ക്. ഒരു കുഞ്ഞ് സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി അങ്ങോട്ട് കൊടുക്കുക.
നമ്മുടെ കേൾസിനെ കേളാക്കി എടുക്കാനുള്ള പ്രോസസ്സാണ് കേട്ടോ ഇത്. ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. എന്നിട്ട് അതിൽ നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ കേൾസ്. ഇത് വൺ ഓഫ് ദി പ്രോസസ്സാണ്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഫേവറേറ്റ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ എനിക്ക്. ഒരു കുഞ്ഞ് ഹെയർ സ്റ്റാൻഡ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സാണ് കേട്ടോ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സ്. ഇതിങ്ങനെ ഓരോ സ്റ്റാൻഡ് ബൈ സ്റ്റാൻഡ് എടുത്ത് ഇങ്ങനെ ചുറ്റി എടുക്കുമ്പോഴത്തേക്കും നല്ല ടൈം പോകും. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോസസ്സ് ഞാൻ ടൈം സ്ലാപ്സിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. സോ ഇനി അതിന് ശേഷം ഞാൻ എൻ്റെ മുടി ഒന്നും കൂടെ വെറ്റാക്കും. അത് ആക്ച്വലി എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേൾ ചെയ്തേക്കുമല്ലേ, അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഓരോ കേൾസിൻ്റെ ഇത് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ വേണം നമ്മൾ ഹെയർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് ശേഷമാണ് സ്ക്രഞ്ചിങ് മെത്തേഡ്. ഇതിനെയാണ് സ്ക്രഞ്ചിങ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ വോളിയൂം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ നൗ ദാറ്റ് ഈസ് ഡൺ. ഇനി എൻ്റെ ബാക്കി ഹെയർ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ വരാം. സോ ഇങ്ങനെയാണ് എല്ലാ ഹെയറും ഇങ്ങനെ ചെയ്ത് അവസാനം എങ്ങനെ ഇരിക്കേണ്ടത്. ഇത് കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. കുറേ ടൈപ്പ് ഓഫ് കേളി ഹെയർ റൂട്ടീൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നൗ ദാറ്റ് യു ആർ ഹിയർ, ഇതാണ് എൻ്റെ മുടി ഉണങ്ങിക്കഴിയുമ്പോൾ. ഇതെനിക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മുടി ഇരിക്കുന്നത്. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്കിങ്ങനെ സമയം കിട്ടാത്തപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മുടി കേൾ ചെയ്യണത്. ഇപ്പോൾ എന്തെങ്കിലും ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇരുന്ന് അങ്ങനെ മുടി കേൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ ദി എക്സ്ട്രാ ഷൈൻ. ഈ ഒരു ഷൈൻ മതി എങ്കിലും ഇഫ് യു വാണ്ട് മോർ ഷൈൻ യു ക്യാൻ ഓൾസോ ആഡ് എ സെറം. യൂസ് ചെയ്യണത് ലോറിയൽ പാരിസിൻ്റെ ഈ ഒരു സെറമാണ്. ഞാൻ എൻ്റെ ഒട്ടുമിക്ക റീൽസിലും ഷോർട്സിലും ഒക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ ഈ ഒരു സെറമാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം യൂസ് ചെയ്യാറുള്ളത്. ഇച്ചിരി എടുത്താൽ മതി, കയ്യിലൊന്ന് ഈവൻലി സ്പ്രെഡ് ചെയ്യുക, ആൻഡ് ദാറ്റ് ഇസ് ഇറ്റ്. വെറുതെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക, അപ്പോൾ കുറച്ചും കൂടെ ഷൈൻ കിട്ടും. സീ യു ക്യാൻ വിസിബിളി സീ ദാറ്റ് ഡിഫറൻസ്. ഭയങ്കര ഷൈനി ആയിട്ടുണ്ട്. And this is the last step. So yeah, that is my curly hair routine or tutorial. I hope you guys enjoyed watching this video. ഇത് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. So if you like this video, do comment and also share it with your friends that have curly hair like me. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ യൂഷ്വലി പറയണത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഇഫ് യു ഹാവൻറ്റ് യെറ്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ഡു സബ്സ്ക്രൈബ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. അൺടിൽ ദെൻ, ബൈ.